ഇപ്പൊ ഞാൻ ചോദിക്കണം മോള് ലെസ്ബിയൻ ആണോ എന്ന് ചോദിച്ചാൽ മോൾക്ക് എന്താ ഒരു ഉത്തരം പറയുന്നത്? നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ സോറി ഞാൻ പറയട്ടെ നോ 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 നമുക്ക് വൾഗറായി ചോദിക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഇത്രയും നല്ല രീതിയിലാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഞാൻ നല്ല രീതിയിലല്ലേ പറഞ്ഞിട്ടുള്ളത്, ഞാൻ നല്ല രീതിക്കാണല്ലോ പറഞ്ഞത്. ഇത്ര നേരം ഈ ലാസ്റ്റ് പോകാൻ നേരത്തെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ തമ്മിൽ പിണങ്ങേണ്ട ഒരു ആവശ്യം എന്താ ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കരുത്, എല്ലാവർക്കും അറിയണം എന്നുള്ളൊരു ഇതുകൊണ്ടും ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് ചോദിക്കാണ്, ആശി ബൈസെക്ഷൽ ആണോ? ഇത് പൊതുവെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഉള്ളൊരു ഇതാണ്. അവസാനം നിങ്ങൾ ഇന്റർവ്യൂ എല്ലാം ചെയ്യും, അവസാനം ഞങ്ങളെ കിടപ്പറയിലേക്ക് അയക്കാൻ നിങ്ങളെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചോദിക്കുന്ന ആവശ്യം. ഇപ്പൊ ആശി ബൈസെക്ഷൽ ആണെങ്കിൽ ആശി എന്തായാലും ഞാൻ അറിഞ്ഞാൽ പോലെ വേറെ ഇല്ല. ഞാനൊരു അതൊരു റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ഇപ്പൊ ഞാൻ ചോദിക്കണം മോള് ലെസ്ബിയൻ ആണോ എന്ന് ചോദിച്ചാൽ മോൾക്ക് എന്താ ഒരു ഉത്തരം പറയുന്നത്? അതേപോലെ തന്നെയാണ് ഇപ്പോൾ ആഷി ലൈക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള മെന്നാണ്. അത് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും ഓൾറെഡി പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ കൂടെ ആഷി ജീവിക്കുന്നത് ആഷി ലൈക്ക് ബൈസെക്ഷൽ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് പലർക്കും വരിക. അതൊരു എനിക്ക് താല്പര്യം, ഞാൻ ആ ഒരു അർത്ഥത്തിൽ ചോദിച്ചതല്ല. നമ്മൾ എല്ലാ ഇന്റർവ്യൂവിലും ഇപ്പൊ അടുത്തുകൂടെ ഇത് നിങ്ങളെ ഇതിന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ക്വസ്റ്റ്യൻസും നമ്മൾ വന്നിരുന്ന് മറുപടി പറയുന്നുള്ളൊരു നിങ്ങളൊരു ഇത് തോന്നലില്ല. താല്പര്യമില്ല ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂവിന് ഇരിക്കാം. സോറി നോ 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 നോ. ഹായ് ഹലോ, ഇറ്റ്സ് മിനിത. മൈൻഡ്സ്കേപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കൂടെ നമ്മളെ പ്രിയപ്പെട്ട പൊന്നുസഖിയും പൊന്നുസഖിയുടെ പ്രിയവധവനും. ഹലോ ഗൈസ്, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, നല്ല വിശേഷം. കൊച്ചിയില് മഴയൊക്കെ ആയിട്ട് എങ്ങനെ പോകുന്ന കാര്യങ്ങൾ? കൊച്ചിയിലെ മഴ ഭയങ്കര, ഞങ്ങൾ ദുബായിലെ സമയത്ത് മഴ ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. കാരണം നാട്ടിലെ മഴ, ദുബായിൽ എപ്പോഴെങ്കിലും മഴ പെയ്താൽ ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒത്തുകൂടും, കുറേ റീൽസ് എടുക്കും, കുറേ വീഡിയോസ് എടുക്കും, അങ്ങനെയൊക്കെയാണ്. നാട്ടിലാവുമ്പോൾ മഴയ്ക്ക് ഒന്നും കൂടെ ഒരു ഭംഗിയാണ്. കാരണം നല്ല ഇലയിൽ മഴ തട്ടി വീഴുന്നതും ആ ഒരു ഭംഗി അത് വേറെ തന്നെയാണ്. നാട്ടിലെ എക്സ്പ്ലോർ ചെയ്യാൻ നല്ല അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഒന്നും ഇല്ല, ഉള്ള ഫ്രണ്ട്സിറ്റൊക്കെ ജസ്റ്റ് കറങ്ങാൻ വേണ്ടി പോകും, അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബിസിയാണ്, എങ്കിൽ പോലും കറങ്ങാൻ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പോൾ റീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയാണ്. കുറെ റീസെന്റ് ആയിട്ട് റീൽസ് ഉണ്ടായിരുന്നു, മീൻസ് മിനിയൂട്ടിന്ന് എന്താ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് എടുക്കുന്നത്. അപ്പൊ അതിനിടയിൽ കുറെ ആളുകളൊക്കെ മീൻസ് ഇമിറ്റ് ചെയ്ത് ഡാൻസ് കളിക്കുന്നത് കണ്ടായിരുന്നു. അപ്പൊ അത് എടുക്കുന്നത് കണ്ടായിരുന്നു, അതോ അത് കഴിഞ്ഞിട്ടാണ്? ഞാനത് സത്യം പറഞ്ഞാൽ ആ ബാക്കിൽ അവർ കളിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഫ്രണ്ടിൽ നിന്ന് കളിക്കില്ലേ. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കുമ്പോഴാണ് ആ വീഡിയോസ് വന്നതിന്റെ അത്യാവശ്യം നല്ല ഒരു 4 മില്യൺ റീച്ച് ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാനത് കാണുന്നത്. അതിനോട് റിയാക്ഷൻ സന്തോഷം, നമ്മളെ പോലെ കളിക്കാനൊക്കെ. അതും കുറച്ച് ഏജുള്ള ആൾക്കാർ കളിക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ, അവർ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അതും എന്റെ നാട്ടിൽ, ഞാൻ മലപ്പുറം ബേസ്ഡ് ആണ്. സോ നാട്ടിൽ നിങ്ങളെ കിട്ടില്ലേ ഭയങ്കര ഹാപ്പിയാണ്. സോ ഇത്രയും സെലിബ്രിറ്റി ആയതിനു ശേഷം മലപ്പുറത്തോട്ട് പോകുമ്പോൾ ആ ഒരു ഇതെങ്ങനെയാണ്? പൊതുവെ എല്ലായിടത്തും പോകുമ്പോഴും ഭയങ്കര റെസ്പോൺസും സ്നേഹവും ഒക്കെയാണ്. ഇപ്പൊ എനിക്ക് പേഴ്സണലി എൻ്റെ ഇൻബോക്സ് നോക്കിയാൽ കുറേ ബാഡ് കമന്റ് കാണാറുണ്ട്. പക്ഷെ എനിക്ക് പുറത്ത് ഇറങ്ങുമ്പോൾ ഇന്ന് വരെ എനിക്കൊരു നെഗറ്റീവ് ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഭയങ്കര സന്തോഷമായിട്ടും ഭയങ്കര ആയിട്ടാണ് വന്ന് സംസാരിക്കാറും. ഈവൻ ഫാമിലി ആയാലും ഇക്കാക്കമാര് ഇത്താത്തമാര് കുട്ടികളൊക്കെ പൊന്നുസഖി വന്നത് ഭയങ്കര ഇതാണ്. അത് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. നാട്ടിലൊക്കെ പോകുമ്പോ ഒരു പുറത്തൊക്കെ പോകുമ്പോഴും നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. മലപ്പുറത്ത് പോവാറുണ്ട്? ഉണ്ട്, ഉമ്മ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ഷൂട്ടിലെ ദിവസം ചിലപ്പോൾ വീട്ടിലേക്ക് പോകും, 2 ദിവസം അവിടെ നിന്നിട്ട് തിരിച്ച് റിട്ടേൺ വീണ്ടും വരും, അങ്ങനെയൊക്കെ. പിന്നെ ആ ഭാഗത്തൊക്കെ ഷൂട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെ നിൽക്കാറ്, വീട്ടിൽ നിന്നിട്ട് പോയിട്ട് വരാൻ ചെയ്യാറ്. പിന്നെ പുറത്ത് പോകുമ്പോഴൊക്കെ ഫാൻസ് ഒക്കെ സെൽഫി എടുക്കാൻ വരാറില്ലേ? അപ്പൊ അത് ബുദ്ധിമുട്ടാണോ അതോ? ഇല്ല, എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. അവരെ ഇഷ്ടമല്ല, അവർക്ക് മീൻസ് ഇപ്പൊ നമ്മള് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അവർ നമുക്ക് സെൽഫിക്ക് വേണ്ടി വരിക, അതൊക്കെ അവരൊരു ഓർമ്മക്ക് വേണ്ടി അവർ ഇതാക്കുന്നല്ലേ. അതിലൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമുള്ളൂ. കാരണം എനിക്കിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഞാനൊരു എനിക്കൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ സെൽഫി നിൽക്കുന്ന ഒരാൾക്കെതിരെ ഇങ്ങനെ പറയുന്നൊരു വീഡിയോ. അത് സത്യം പറഞ്ഞാൽ അയാൾ എന്നെ ഡ്രസ്സിൽ ഇങ്ങനെ ചവിട്ടുന്നതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അത് കുറേ ആൾക്ക് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജാസി ഭയങ്കര അഹങ്കാരമാണ്. അങ്ങനെ ഒരു അഹങ്കാരമില്ല. ഞാൻ സെൽഫി എടുക്കാൻ ആൾക്കാർ അവിടെ ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല ഒരു മടി, ചോദിച്ചാൽ എടുക്കാൻ സമ്മതിക്കുമോ, അത് അങ്ങോട്ട് പോകണോ വേണ്ട, ഞാൻ വിളിച്ചിട്ട് വരുത്തുവാ,
വന്ന് എടുത്തോന്ന് പറഞ്ഞിട്ട് ഞാൻ അത്രയും നല്ല ഫ്രീ ആയിട്ട് ഞാൻ ചെയ്യാറ്. എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നാറില്ല. ചമയവിളക്കിന്റെ വീഡിയോയിൽ കണ്ടായിരുന്നു ഒരാള് വന്നിട്ട് ഇങ്ങനെ അപ്പൊ ഞാൻ അങ്ങനെ ഓക്കെ ശരി പോക്കും. അത് ആള് കുറേ നേരമായിട്ട് ഞങ്ങളെ പുറകെ തന്നെയായിരുന്നു. ആള് മലയാളിയല്ല ഒന്നാമത്. അപ്പൊ ഞങ്ങൾ മലയാളത്തിൽ പറഞ്ഞ ആൾക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത് എന്റെ ഡ്രസ്സിൽ ഇങ്ങനെ ചവിട്ടിയപ്പോൾ ഞാൻ ബാക്കിലേക്ക് വീഴാൻ പോയി. അപ്പോഴാണ് ആഷി പറഞ്ഞത് എന്താണ് പ്രശ്നം. അപ്പൊ അയാൾ ഫോട്ടോ, അപ്പൊ ആഷി എടുത്ത് ഫോട്ടോ എടുത്ത് അപ്പൊ ഞാൻ ഓക്കെ ശരി ഏട്ടാ പൊക്കോളൂ എന്നിട്ട് അങ്ങനെ കാണിച്ചതാണത്. അത് പിന്നെ അങ്ങ് ഭയങ്കര ജാസി ഭയങ്കര അഹങ്കാരിയാണ്, ഇവർ സിനിമാ നടന്മാർക്ക് നടികൾക്കില്ല എത്ര വലിയ ചാട, അങ്ങനെ കൊണ്ട് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അതിന്റെ പിന്നിലോട്ടുള്ള സംഭവം പിന്നെയാണ് അതിന്റെ ശേഷം വീഡിയോസ് ഇറങ്ങിയത്. അതിന്റെ എന്താ ലൈക് റിയാലിറ്റി എന്താണെന്നുള്ളത്. ഓക്കെ ഓക്കെ. അപ്പൊ ചമയവിളക്ക് എടുക്കാൻ പോയതല്ല, കൂടെ ആരോ എന്റെ ഫ്രണ്ടിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയത്, ദുബായിലുള്ള എന്റെ ഫ്രണ്ട്. അപ്പൊ അവനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പൊ പോയി ജസ്റ്റ് അമ്പലം കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉത്സവം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെ ജസ്റ്റ് കുറച്ചു നേരം നിന്നേ ഉള്ളൂ. ശരിക്കും നിങ്ങൾ ആ വീട്ടിൽ എന്ത് മൊഞ്ചാണ് നിങ്ങൾ മീൻസ് ബ്യൂട്ടിക്ക് മെയിൻറ്റെയിൻ ചെയ്യണത് എങ്ങനെയാ? ബ്യൂട്ടി നോർമലി നമ്മൾ ഏജ് ആവുന്നതോറും നമ്മളെ സ്കിന്ന് നമ്മൾ നോക്കണമല്ലോ. ഞാൻ പണ്ട് മുതലേ സ്കിന്ന് നന്നായിട്ട് നോക്കുന്ന വ്യക്തിയാണ്. ഇവൻ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. ഹോം റെമഡീസും പിന്നെ ഇടയ്ക്ക് പാർലറിൽ പോയിട്ടൊരു ക്ലീനപ്പും പിന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, എപ്പോഴും ഫേസ് ഇങ്ങനെ ഹൈഡ്രേറ്റ് ആയി നിൽക്കുക. വേറെ കോസ്റ്റ്യൂം ഒക്കെ സെലക്ട് ചെയ്യണത് കോസ്റ്റ്യൂം ഒക്കെ സെലക്ട് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ചില കോസ്റ്റ്യൂം ആഷി, ചുരിദാറൊക്കെ ആണെങ്കിൽ ആഷിനോട് ചോദിക്കും ഇതാണ് ഇതിൽ ഏതാ രണ്ടെണ്ണം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും ഇത് വേണോ എന്ന് വെച്ചാൽ ആഷി പറയും ഓക്കെ ദാറ്റ്സ് ഫൈൻ അത് എടുത്തോ എന്ന് പറഞ്ഞാൽ ഓക്കെ അത് ഞാൻ എടുക്കും. അല്ലാണ്ട് കോസ്റ്റ്യൂമും എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ് അങ്ങനെ ഒരുങ്ങി നിൽക്കാനൊക്കെ. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നന്നായി ഒരുങ്ങി നമ്മുടെ ഐഡന്റിറ്റി ആണല്ലോ ജാസി. കാരണം എൻ്റെ ഫ്രണ്ട്സിൽ ചോദിക്കാറുണ്ട് ജാസിയുടെ കോസ്റ്റ്യൂമും ഓർണമെന്റ്സും ഒക്കെ നല്ല രസമാണ്, മേക്കപ്പ് ഒക്കെ എങ്ങനെയാണ്. അപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യാറ്. പക്ഷെ എങ്കിൽ പോലും എനിക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളൊരു ഐഡന്റിറ്റി അവിടെ കാണണം, അല്ലെങ്കിൽ അവർ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ച് നന്നായിട്ട് ഒരുങ്ങി വെൽ ഡ്രസ്സിലൊക്കെ പോകാൻ രണ്ടുപേർക്കും ഇഷ്ടമുള്ള കാര്യം. എവിടെ പോകും നല്ല അടിപൊളിയായിട്ട്. അതെ അതെ അത് നിർബന്ധമാണ്. എന്താ മരിച്ച വീട്ടിൽ പോകണമെങ്കിൽ പേടിയാണ് മരിച്ച വീട്ടിൽ പോകാൻ. അറിയില്ല, എനിക്ക് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ചന്ദനത്തിരിയുടെ സ്മെല്ലൊക്കെ കേട്ടാൽ എനിക്ക് ഭയങ്കരമായിട്ട് പേടി വരും. ഞാൻ അധികം നിൽക്കാറില്ല, മരണ വീട്ടിൽ പോയാൽ വേഗം ഓടുന്നു ഞാൻ. എനിക്ക് ഭയങ്കര പേടിയാണ്. ലൈക്ക് എന്തോ എനിക്കറിയില്ല, അത് ചെറുപ്പം മുതലേ അങ്ങനെ ഒരു പേടിയാണ്. അവിടുത്തെ ആ കുതിരകത്തിൻ്റെ സ്മെല്ലും ചന്ദനത്തിരിയുടെ സ്മെല്ലും ഒക്കെ കേട്ടാൽ ഭയങ്കര ഉള്ളിലൊരു ഒരു വല്ലാത്തൊരു ഒരു പേടി വരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് പോരും. അങ്ങനെ അധികം നിൽക്കാറില്ല. കല്യാണത്തിലൊക്കെ ആണെങ്കിൽ ഒക്കെ അടിച്ചു പൊളിച്ച് കുറേ നേരം നിൽക്കും. അവിടെ പോകുമ്പോൾ പാട്ട് പാടാറൊക്കെയുണ്ടോ ഈ മാരേജ് ഫംഗ്ഷൻ? എനിക്ക് മാരേജ് ഫംഗ്ഷൻ പോയാൽ എല്ലാവരും ചോദിക്കും ജാസി നിന്റെ പൊന്നുസാക്കി ഒന്ന് പാടുന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഞാൻ നോർമലി മാപ്പിള സോങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാപ്പിള സോങ്സ് പാടും. നാഷിക്ക് ജാസി പാടുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാ? അങ്ങനെയൊന്നുമില്ല. ആഷിക്ക് എൻ്റെ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഫേവറേറ്റ് സോങ്ങുകൾ കുറച്ചുണ്ട്. അതിൽ ഒരു സഖാവിൻ്റെ കവിത ഉണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മാപ്പിള സോങ്സ് എല്ലാം ഒട്ടുമിക്ക എല്ലാം ഇഷ്ടമാണ്. അതെ, ഒരു പാട്ട് പാടിത്തരാമോ? മാപ്പിള സോങ് പോലെ ഓ കൽബിൻ്റെ കോലായിൽ കിനാവിൻ്റെ മെഹറാബിൽ മരുപക്ഷി മദീനത്തെ മദഹ് പാടി തോരാത്ത മഴയത്തും മോഹത്തിൻ കന്നാസിൽ മദീനത്തെ നിലാവിൻ്റെ ഒളികൾ ലംഘി ഓരത്തോടൊഴുകണ അരുവിയും പാടി മദീനത്തെ മലർത്തോപ്പിൽ ഒഴുകാൻ മോഹം കൽബിൻ്റെ കോലായിൽ കിനാവിൻ്റെ മെഹറാബിൽ മരുപക്ഷി മദീനത്തെ മദഹ് പാടി. മാഷാഅല്ലാഹ്, അടിപൊളിയായിട്ട്. ഇപ്പൊ എത്ര നല്ല വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും. അപ്പൊ അതിനോട് നിങ്ങളൊരു റിയാക്ഷൻ എങ്ങനെയാണ്? നോർമലി എനിക്ക് അറിയില്ല, ഞാൻ എന്ത് നല്ല വീഡിയോ, പക്ഷെ ചില വീഡിയോസിന് എനിക്ക് നെഗറ്റീവ് വളരെ കമന്റ് വളരെ കുറവായിട്ട് ഞാൻ കാണാറുണ്ട് കേട്ടോ. ചില നമ്മൾ എഫേർട്ട് എടുത്ത് ചില നല്ല സിനിമയുടെ സീക്വൻസ് ഒക്കെ നമ്മൾ റീൽസ് ആക്കിയിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ വലിയ നെഗറ്റീവ് കമന്റ് ഇട്ടാൽ പോലും ആ നെഗറ്റീവ് കമന്റ് ഇട്ട ആൾക്കാർക്ക് നല്ല ആൾക്കാർ പോയിട്ട് കമന്റ് റിപ്ലൈ കൊടുക്കും. ഇവിടെ നല്ലത് ചെയ്യുമ്പോൾ നല്ലത് അംഗീകരിക്കാൻ പഠിക്കുന്നു, അങ്ങനെ ഞാൻ കാണാറുണ്ട്. പൊതുവേ എനിക്കറിയില്ല, ഞാൻ എന്ത് ചെയ്താലും നെഗറ്റീവ് കമൻറ്റ്സ് ആണ് കൂടുതൽ വരുന്നത്. അതിലിപ്പോൾ എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി വെച്ചിട്ടായിരിക്കാം, ഞങ്ങളുടെ റിലേഷനെ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിമായിട്ട് നിന്നിട്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല, വാട്ടെവർ. പിന്നെ കുറേയൊക്കെ നമ്മൾ ഉയരത്തിലേക്ക് ഇങ്ങനെ കയറി കയറി പോകുമ്പോൾ അഫ്കോഴ്സ് ഉണ്ടാവുന്ന ഒരു ചൊറിച്ചിലുണ്ടാവുമല്ലോ ചിലവർക്ക്. അങ്ങനെ ആയിരിക്കും, ഫ്രസ്ട്രേഷൻ ആയിരിക്കാം.
ഈവൻ പെൺകുട്ടികളും ബെഡ് കമന്റ് ഇടാറുണ്ട്, ആൺകുട്ടികളും ഇടാറുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് എന്നുള്ളത്. അത് ഈ മുസ്ലിം മതത്തിനെ മീൻസ് ഇങ്ങനെ ചെയ്യുന്നതിനെ പറ്റി ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. അപ്പൊ അവരോട് പറയാനുള്ളത് എന്താണ്? ഞാൻ എല്ലാ മതത്തെയും റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഈവൻ ഇപ്പോൾ ഞാനൊരു പൊട്ട് വെച്ചാലോ അല്ലെങ്കിൽ ഞാൻ നാളെ ഒരു സിനിമയിലൊരു ത്രൂ ഔട്ട് ഒരു ഹിന്ദു കഥാപാത്രം ചെയ്താലോ അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോയാലോ എൻ്റെ ഉള്ളിലെ ഈമാൻ ഒരിക്കലും പോകുന്നില്ല. അത് എൻ്റെ ഉള്ളിലാണല്ലോ. ഈമാൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ പഠിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ മതി. പിന്നെ നമ്മൾ പ്രൊഫഷൻ ആകുമ്പോൾ നമ്മളെ പ്രൊഫഷനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും, ജാസി മുസ്ലിം അല്ലേ, അപ്പോൾ തട്ടിട്ട് വന്നൂടെ, എന്തിനാ പൊട്ട് വെച്ചത് എന്നൊക്കെ കുറേ ആൾക്കാർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഞാനൊരു കോസ്റ്റ്യൂം എൻ്റെ മൈൻഡിൽ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഇതിന് ഇന്ന കോസ്റ്റ്യൂമിന് ഇന്ന ബാങ്കിൾ അല്ലെങ്കിൽ ഇന്ന ഓർണമെൻറ്റ്സ്, ഇതിനെ ഇങ്ങനെ ഹെയർ ചെയ്യാം, ഇതിനെ ഇങ്ങനെ പൊട്ട് വെക്കാം, ആ ഒരു മൈൻഡിലാണ് ഞാനത് ഒരുങ്ങുന്നതൊക്കെ. അതുകൊണ്ടാണ് എനിക്കറിയില്ല എല്ലാവരും എന്തിനാ അങ്ങനെ മതത്തേലും അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് നമുക്കൊരു യെസ് ഓർ നോ സെഗ്മെന്റിലോട്ട് പോയാലോ? ഓക്കെ. ആഷിക്ക് ഈ ലോകത്ത് ഏറ്റവും ഉള്ളതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ജാസിയാണ്. ഓക്കെ. ചെറുപ്പത്തിൽ ഫിസിക്കൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ടോ? അതൊന്ന്. ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ലൈക്ക് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ജാസി ഉണ്ടാക്കുന്ന ഫുഡാണ് ആഷിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ. അല്ല, ഞാൻ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, അത് വേറൊരു കാര്യമാണ്. ഓക്കെ. അങ്ങനെയാണ് ജാസിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? ആഷിക്കോ? ആഷിക്ക് സീ ഫുഡ് ഐറ്റംസ് എല്ലാം ഇഷ്ടമാണ്. സീ ഐറ്റംസ് എല്ലാം. ഫിഷാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വെജിറ്റേറിയൻ, എനിക്ക് പ്യുവർ വെജിറ്റേറിയൻ ഐറ്റംസോടാണ് ഇഷ്ടം. കാരണം ലൈക്ക് മോരുകറി, അങ്ങനെ ഉപ്പേരി, തോരൻ, അവിയൽ, അങ്ങനെയൊക്കെ, സാമ്പാറൊക്കെ. ആഷിക്ക് ലൈക്ക് എന്തുണ്ടെങ്കിലും എത്ര വെജിറ്റേറിയൻ എൻ്റെ കൂടെ ഒരു നോൺ വെജ് വേണം. അത് ആഷിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ കൂന്തൽ, ഞണ്ട്, അങ്ങനത്തെ ചെമ്മീൻ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജാസ്തി അടിപൊളി ഉണ്ടാക്കുന്ന ഫുഡ് ഏതാ? ഞാൻ ബിരിയാണി ഒക്കെ എപ്പോഴാണ് ഞാൻ ഒന്നുകൂടെ ഓക്കെ ആവാൻ തുടങ്ങിയത്. എനിക്ക് വെജിറ്റേറിയൻ ഫുഡാണ് നന്നായിട്ട് ഞാൻ ഉണ്ടാക്കുക. പിന്നെ ഫിഷ് കറി ഒക്കെ ഉണ്ടാക്കും. പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഒക്കെ ഇപ്പോഴത്തെ ഉണ്ടാക്കി, അതൊക്കെ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അടിപൊളിയായിരുന്നു. ഓക്കെ. ആഷി ജാസിയോടും ജാസി ആഷിയോടും കള്ളം പറഞ്ഞിട്ടുണ്ട്? നോ. യെസ്. കള്ളം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ല കടിക്കും, കള്ളം പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ഒബ്വിയസ്ലി നമ്മൾക്ക് ചില കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി നമ്മൾ ചില നല്ലത് നടക്കാൻ വേണ്ടി കുഞ്ഞൊരു നുണ പറയാന്നൊക്കെ പറയല്ലേ. നുണ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. നീ അത് അവിടെ പോയിരുന്നു, അപ്പൊ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു നോക്കുമ്പോ ഇല്ല ഞാൻ പോയിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിവായിട്ട് അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ നുണകളൊന്നും അങ്ങനെ നുണകൾ അങ്ങനെ രണ്ടുകളും പറയാറില്ല. അപ്പൊ ഇവ എന്ത് നുണ പറഞ്ഞാൽ അത് കൈയോടെ ഞാൻ പൊക്കും. അതാണ് ഏറ്റവും വലിയ സത്യം. റീസെന്റ് പറഞ്ഞ നുണ ഏതാ പൊക്കിയത്? അങ്ങനെ റീസെന്റ് ആയിട്ട് പറയാണെങ്കിൽ അങ്ങനെ ഇവന് ഫ്രണ്ട്സും കൂടി പോയിട്ടായിരുന്നു പുറത്ത്. അപ്പം ഞാൻ പറഞ്ഞു എവിടെയൊക്കെ പോയെന്നൊക്കെ ചോദിച്ചു. അപ്പം എന്നോട് ഫ്രണ്ടിന്റെ വീട്ടിൽ ജസ്റ്റ് കാണാൻ, അവരെ വീട്ടുകാരൊക്കെ കാണാൻ വേണ്ടി പോവാന്ന്, അങ്ങനത്തെ ഒരു ഫംഗ്ഷന് പോയതാണല്ലേ. പക്ഷെ അവർക്കല്ല പോയത്. ഫോട്ടോ സ്റ്റോറി ഇവന്റെ ഫ്രണ്ട് ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വീടല്ല, അത് ക്ലബ്ബായിരുന്നു എന്നുള്ളത്. ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാൻ പോയത്? അങ്ങനെ പറഞ്ഞിട്ടാ പോയത്. ഓക്കെ. ഓക്കെ. ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ഫൈറ്റ് ഉണ്ടായതോ അതിനാ? ഫൈറ്റ് ഒന്നുമില്ല, ചുമ്മാ എന്താ നുണ പറഞ്ഞതെന്ന് വെച്ചിട്ട് ചെറിയ തർക്കം. ഓക്കെ. എക്സ് ലവറിനെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്? ഞാൻ നോക്കട്ടെ. ഞാനില്ല. ഓക്കെ. ഓക്കെ. ഇനി ഞാൻ ഒരു മീൻസ് നെക്സ്റ്റ് സെഗ്മെന്റ് പറഞ്ഞാൽ ചൂസ് വൺ. ഞാൻ 3 ഓപ്ഷൻസ് തരും, അതിലൊന്നേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഉപ്പ, ഉമ്മ ഓർ ആഷി? ഉപ്പ, ഉമ്മ ഓർ ആഷി? അയ്യോ, അത് 3 പേര് എനിക്ക് ഡിഫിക്കൽട്ട്. 3 പേര് ഡിഫറെന്റ് അല്ലേ? തിരിച്ചങ്ങട്ടാണെങ്കിൽ ഞാൻ പറയും വാപ്പാക്ക് നമ്മളൊരു സ്നേഹം കൊടുക്കണം, റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തിട്ട് സ്നേഹം. ഉമ്മാക്ക് ഉമ്മ എന്നുള്ളൊരു സംഭവം ഉണ്ട്. പിന്നെ ഉമ്മാനെ പറയാൻ പറ്റും, ജാസിനെ പറയാം. അപ്പൊ ജാസിക്ക് ജാസിന്റെ സ്നേഹമുണ്ട്. അതിന് സത്യമായ എനിക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാ, വളരെ തുല്യതയുള്ള ആൾക്കാരാണ് എന്റെ ലൈഫിൽ. ഉമ്മാനെ ഇപ്പൊ വിളിക്കാറൊക്കെ കാണാൻ പറയാറുണ്ട്? ഉമ്മാനായിട്ട് എപ്പോഴും കോണ്ടാക്ട്. ലാസ്റ്റ് വീഡിയോ ഉപ്പാന്റെ ആണ്ട് എന്തോ ആയിരുന്നല്ലേ? ഇന്നലെ ആയിരുന്നു ഉപ്പാന്റെ ആണ്ട്. ഓക്കെ. കേരള ഓർ ദുബായ്? ഓഫ് കോഴ്സ് ദുബായ്. ബിക്കോസ് ദുബായ് ലൈഫ് വേറെ തന്നെയാണ്. ഇപ്പോ ഞങ്ങൾ ഇനി എപ്പോഴെങ്കിലും ലൈഫിൽ സെറ്റിൽ ആവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ദുബായിൽ സെറ്റിൽ ആവും. ദുബായിലോട്ട് ഇപ്പഴത്തെ തിരിച്ചു പോകുമോ? ഞാൻ ഇപ്പൊ എന്റെ ട്രീറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ആഷി ഇങ്ങനെ ഇടയ്ക്ക് വന്നും പോയി നിൽക്കുന്നത്. ആഷി ഇപ്പഴത്ത് പോയിട്ട് വന്നതാ. അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് എനിക്ക് ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് പിന്നെ എന്റെ പാസ്പോർട്ട് ഇനി ചേഞ്ച് ചെയ്താൽ എനിക്ക് ദുബായിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ടൊക്കെ ആയിട്ടാണ് ഞാനിങ്ങനെ കുറച്ച്, പിന്നെ എനിക്ക് കൂടെ കുറച്ച് വർക്കും കാര്യങ്ങളും ഇടയ്ക്ക് ആൽബം ഷൂട്ടും കുറച്ച് ഇങ്ങനെ ഇന്റർവ്യൂ വർക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഞാൻ നിൽക്കുന്നതാണ്.
കഴിഞ്ഞ അഫ്കോഴ്സ് തീർച്ചയായും ട്രീറ്റ്മെന്റ് എല്ലാം ദുബായ് ലൈഫ് സ്റ്റൈൽ ആണോ അതോ കേരളത്തിൽ നിൽക്കുന്നതാണോ ഒന്നുകൂടി കംഫർട്ടബിൾ? എനിക്ക് ദുബായ് ലൈഫ് സ്റ്റൈലും ദുബായത്തെ ലൈഫൊക്കെയാണ് എനിക്ക് ഇഷ്ടം. കേരളം ഇഷ്ടമല്ല എന്നല്ല, കേരളം അഫ്കോഴ്സ് നമ്മളെ മദർ കൺട്രി ഇഷ്ടമാണ്. പക്ഷേ എന്തോ ദുബായ് ആണ് നമുക്ക്, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾസും കൂടുതൽ ദുബായിലാണ്. ഇവിടെ നമുക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലല്ലോ, എല്ലാം നമുക്ക് ദുബായിലാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ദുബായ് നന്നായി മിസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ വീട്, അവിടുത്തെ നമ്മളെ യാത്രകളും വീക്കെൻഡുകൾ, എല്ലാ വീക്കെൻഡും നമ്മൾ പുറത്തായിരിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പം അതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. റീൽസ് ഓർ മൂവീസ്? ഐ പ്രിഫർ റീൽസ്. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ ഫോണിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആഷി എപ്പോഴും ഓരോ മൂവി കണ്ടുകൊണ്ടിരിക്കും. ഇപ്പൊ ലാസ്റ്റ് മൂവി കണ്ടത് പഴയ പടങ്ങളൊക്കെ തുർപ്പുകാല ഇന്നലെ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആഷി അങ്ങനെ വീട്ടിലിരുന്ന് TV കണ്ടോണ്ടേയിരിക്കും. അവന് റീൽസ് കാണാൻ കൂടുതൽ ഇഷ്ടമാണ് ഇത് കാണുന്നത്, മൂവി കാണുന്നത്. അങ്ങനെ നിങ്ങളുടെ ഫസ്റ്റ് കണ്ട മൂവി ഏതാ? ഒരുമിച്ച് കണ്ട ഫസ്റ്റ് മൂവി ഏതില്ലേ? മുഷ്കില്. അത് ഞങ്ങൾ ഒരുമിച്ച് സ്നേഹിക്കുന്ന സമയത്ത് ഒരുമിച്ച് കണ്ടത്. ദുബായിന്നോ? അത് ഓൾറെഡി ഇറങ്ങിയ മൂവിയാണ്. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് കണ്ടത് ഫോണിലാണ് ആ മൂവി. തിയേറ്ററിൽ പോയിട്ട് കണ്ട പടം ഒരുപാട് പടം കണ്ടിട്ടുണ്ട് ദുബായ്. ഫസ്റ്റ് അങ്ങനെ പറയുമ്പോ ഏതാ എനിക്ക് ഓർമ്മയില്ല കുറേ. കാരണം ദുബായിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം മേ ബി ഞങ്ങൾ 2 മൂവിക്ക് പോകും. രാവിലെയും പോവും, ഉച്ചയ്ക്കും പോവും. അങ്ങനെ പോയിട്ടുണ്ട് കുറെ മൂവിക്ക്. ഒത്തിരി മൂവി കണ്ടിട്ടുണ്ട് അല്ലേ. ലാസ്റ്റ് കണ്ടത് പ്രേമലു. പിന്നെ ദുബായ് കണ്ടാണോ? അല്ല, ലാസ്റ്റ് ഇവിടുന്ന് കണ്ടാണോ? ഇവിടുന്ന് കണ്ട ലാസ്റ്റ് നമ്മൾ ഇത് മൂവിക്ക് പോയത് തുടരും. മൂവി. ഫുഡ് ഓർ ട്രാവൽ? ട്രാവൽ. മീൻസ് ലാസ്റ്റ് പോയ പ്ലേസ് ഏതായിരുന്നു? ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്? തായ്ലാൻഡ് ലാസ്റ്റ് പോയത്. അടിപൊളിയായിരുന്നു. നമ്മൾ പാക്കേജ് എടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും അത്യാവശ്യം പോകേണ്ട സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഒറ്റയ്ക്ക് പോകണമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലം കൂടിയാണത്. നമ്മുടെ സംഭവമാണ്. ഇനി ഒരുമിച്ച് പോകണം എന്നുള്ളത് ആഗ്രഹമുള്ള ഒരു പ്ലേസ് ഏതാ? എനിക്കാണോ? നിങ്ങൾക്ക് രണ്ടുപേരും ഒരുമിച്ച് കൂടെ പോകണം എന്നുള്ളത്? അത് ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്നല്ല. ലൈക്ക് നമ്മുടെ ഇന്ത്യയില് ഇവിടെ എന്താ പറയുന്നത് സ്ഥലത്തിന് പേര്? മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ, റീൽസ് നമ്മൾ പറഞ്ഞില്ലേ പോകണം ഞങ്ങോട്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ ആ സമയത്ത് ഓൾറെഡി അത് ഹിമാചൽ, അത് ഓൾറെഡി ഞങ്ങൾ പോകണം എന്ന് വിചാരിച്ച സമയത്ത് വിളിച്ചു വെച്ചപ്പോൾ അവിടെ എല്ലാം ക്ലോസ്ഡ് ആയി. പിന്നെ പോകണം, എനിക്ക് നല്ല റീൽസ് ഒക്കെ എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ റീൽസ് അന്ന് സമയത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ പോകാൻ പറ്റിയില്ല. അതെ അതെ അതെ, പോണേ. ഓക്കേ. ഫഹദ്, ദുൽഖർ or ടൊവിനോ തോമസ്? ഓഫ് കോഴ്സ് ഫഹദ്. ബിക്കോസ് ഞാൻ ഫഹദിനെ ഭയങ്കര ഫാനാണ്. എന്റെ എല്ലാ ഇന്റർവ്യൂ നോക്കിയാൽ അറിയാം. ഞാൻ എന്റെ എല്ലാവരും ചോദിക്കുക ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ഫഹദ് ഫാസിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫഹദിന്റെ എല്ലാ മൂവിയും കണ്ടിട്ടുണ്ട്. സെലിബ്രിറ്റി ക്രഷ് ഉണ്ടായിട്ടുണ്ടോ രണ്ടുപേർക്കും? എനിക്കോ? എനിക്ക് സെലിബ്രിറ്റി ക്രഷ് എന്ന് വെച്ചാൽ എനിക്ക് എന്താണ് വിക്രമിന്റെ മകനെ ഭയങ്കര ഇഷ്ടമാണ്. ആഷിക്ക് ഞാൻ പറഞ്ഞാരാണ്, കീർത്തി സുരേഷ്. ഓക്കേ. മമ്മൂക്ക ഓർ ലാലേട്ടൻ? മമ്മൂക്ക ഒരു മൂടാ, ലാലേട്ടൻ ഒരു മൂടാ. ഒരു മോസ്റ്റ് ഫേവറേറ്റ്? മമ്മൂക്ക. ലാലേട്ടൻ. രണ്ടൊരു ഓപ്പോസിറ്റ് അങ്ങനെയല്ല, രണ്ടാളും കാണും. പക്ഷെ കുറച്ചും കൂടെ എനിക്ക് മമ്മൂക്കാനെക്കാളും ഇഷ്ടം ഒരു പൊടിക്ക് ലാലേട്ടനോട്. ഓക്കെ ഓക്കെ. അത് സ്വീറ്റ് ഓർ സ്പൈസി? സ്പൈസി. സ്വീറ്റ്. ഓക്കെ. അതിൽ മീൻസ് സ്വീറ്റിൽ ലൈക്ക് വിച്ച് കൈൻഡ് ഓഫ്? എനിക്ക് നല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജിലേബി ഇല്ലേ, മറ്റേ റൗണ്ട് ജിലേബി അല്ല, ചക്കര ജിലേബി അതല്ല, ഈ ബേക്കറിയുടെ കിട്ടുന്ന കുഞ്ഞ ജിലേബി ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഓറഞ്ച് കളറുള്ള ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് ഭയങ്കര ഫേവറേറ്റാ. ഇവിടെ സ്പൈസിയാ. അതിലേതായിരുന്നു മോസ്റ്റ് ഫേവറേറ്റ്? സ്പൈസി ഐറ്റംസ് അങ്ങനെ എല്ലാം ഇഷ്ടമാണ്. കറി പാലക്കാട് മാത്രം ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഓൾറെഡി ഇവർ ബിരിയാണി ഭയങ്കര സ്പൈസിയാണ്. പാലക്കാട് റാവുത്തർ ബിരിയാണിയിലെ ഭയങ്കര സ്പൈസി. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് അത്ര നമ്മുടെ നാട്ടിലൊക്കെ റൈസിലേക്ക് വൈറ്റും ഒരു യെല്ലോ കളറല്ലേ ഉണ്ടാവുക. ഇവരെ അവിടുത്തെ ബിരിയാണിക്ക് റെഡ് കളറായിരിക്കും റൈസിൻ്റെ. അപ്പോൾ അത്രയും സ്പൈസി ബിരിയാണിയാണ്. ഓക്കെ. മാപ്പിളപ്പാട്ടാണോ അതൊരു ലൈക്ക് ഫിലിം മൂവീസ് ആണോ ഇഷ്ടം? മീൻസ് ഫിലിം സോങ്സ് ആണോ ഇഷ്ടം? ഫിലിം സോങ്സ്. എനിക്ക് മാപ്പിള സോങ്സ്.
ഓക്കെ ലൈക്ക് ഏറ്റവും ഫേവറേറ്റ് സോങ് ഏതാ റീസെന്റ്? എനിക്ക് കൊല്ലം ഷാഫിയുടെ എല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ലാസ്റ്റ് മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ച ഓളാണ് ഓളാണ് എന്നുള്ള ആൽബം. അതിനെ കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ പറയാമോ? നല്ല ആൽബമായിരുന്നു. തെൻസീർഖാന്റെ ആൽബമായിരുന്നു കേട്ടോ. അപ്പോൾ തെൻസീർഖ ഫസ്റ്റ് ഇങ്ങനെ വിളിച്ചോണ്ട് ജാസി ഒരു രണ്ട് പ്രൊജക്ട് ഉണ്ട്. അതിൽ ഒന്നില് ഒരു പ്രൊജക്ട് ഇറങ്ങിയത് എന്താണ് കുഞ്ഞുമകളുടെ കല്യാണത്തിൽ ഞങ്ങൾ രണ്ടുപേരും പോലീസ് ഓഫീസറായിട്ട് ഗസ്റ്റ് റോള് പോലെ. രണ്ടാമത്തെ ഇതില് ത്രൂ ഔട്ട് ഞങ്ങൾ ഒരു ലവ് സ്റ്റോറി പറയുന്നതായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി സോങ് ആണ്. അപ്പോൾ സോങ് കേട്ടപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞു എനിക്ക് അടിപൊളി ഇഷ്ടമായി, എനിക്ക് സോങ് ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തെൻസീർക്ക് അവരൊക്കെ പ്ലാൻ ചെയ്തു. ഡേ വന്നു, സെറ്റായി, എല്ലാം ഓക്കെ ആയി. ഞങ്ങൾ ഷൂട്ടും കഴിഞ്ഞു. ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ലൊക്കേഷനൊക്കെ. പക്ഷെ ആ വീഡിയോയിൽ കാണുമ്പോൾ അത് വേറെ ഏതോ സ്ഥലങ്ങൾ പോലെ തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത ലൊക്കേഷനായിരുന്നു. അടിപൊളിയാണ്. അതിപ്പോൾ ഭയങ്കര വ്യൂസ് കയറി യൂട്യൂബിൽ ഭയങ്കര റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കൂടിയാണ്. ഭയങ്കര സന്തോഷം ആ പാട്ട്. അങ്ങനെ നിങ്ങളെ ലവ് സ്റ്റോറി എന്ന് പറയാമോ? ഞങ്ങൾ ലവ് സ്റ്റോറി ഓൾറെഡി ഇവൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. നാട്ടിലേക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ കൂടെയുള്ള കുട്ടീനെ ആയിരുന്നു അഫ്കോഴ്സ് ഇവൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവള് വളയാത്തത് കൊണ്ട് ഞാൻ പാവം പെട്ടുപോയി. ഞാനായിരുന്നു അവനോട് ഹംസം, ഇവരെ കാര്യങ്ങൾ അവനോട് പറഞ്ഞു വെക്കുന്ന ആളെ ഞാനായിരുന്നു. പിന്നെ അവസാനം പിന്നെ അവള് പെൺകുട്ടികളൊക്കെ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളൊക്കെ പെട്ടെന്ന് കല്യാണം കഴിച്ചു പോകുമല്ലോ. അങ്ങനെ ഇവൻ ദുബായിലേക്ക് പോയി, അവളെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാൻ ദുബായിലേക്ക് പോയി. ഞാൻ ടിക്ടോക്ക് തുടങ്ങിയ സമയത്ത് പിന്നെ ഇവ എന്നെ കോൺടാക്ട് ചെയ്തു. പിന്നെ അങ്ങനെയാണ് പിന്നെ ഇതായത്. നമ്മുടെ നാട്ടിലെ കോൺസെപ്റ്റിനോട് എന്താ മീൻസ് ഏർലി ഏജിൽ മാരേജ് ആണ്? ഇല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറയുന്നത് പെട്ടെന്ന് കല്യാണം, അത്യാവശ്യം വിദ്യാഭ്യാസം കുറച്ച് പെൺകുട്ടികൾ അവരുടെ സ്വന്തം കാലിലൊക്കെ നിന്ന് രണ്ടുപേർക്കും ജോലി ഉണ്ടാകുമ്പോഴല്ലേ രണ്ടുപേർക്കും അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിക്കുന്നതാണ് ബെറ്റർ. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ കല്യാണം കഴിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇത് 18 വയസ്സിൽ കല്യാണം കഴിയും, 20 വയസ്സിൽ അമ്മയാവും. പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അവർക്കൊരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നോട്ട്സ് എനിക്ക് വലിയ താല്പര്യമില്ല. അവർ കുറച്ചുകൂടി മുന്നോട്ട് വരണം എന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും വരണം. ഓക്കെ ഓക്കെ. ഇപ്പോൾ രേണുസുതി നിങ്ങളെ പോലെ തന്നെ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടുന്ന ഒരു വ്യക്തിയാണ്. സോ അതിനോട് എന്താണ് നിങ്ങളുടെ റിയാക്ഷൻ? രേണു ചേച്ചി പേഴ്സണലി എൻ്റെ നല്ല ഫ്രണ്ടാണ്. ഇപ്പോൾ എൻ്റെ എന്താണ് ചെയ്ത ആൽബത്തിൻ്റെ തെൻസീർക്കായിരുന്നല്ലോ അതിൻ്റെ ഡയറക്റ്റ് ആ തെൻസീർക്കാരുടെ ആൽബം ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ അവരൊരു ആൽബം ഇറങ്ങുന്നുണ്ട് തെൻസീർക്കാരുടെ കൂടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോണ്ടാക്റ്റാണ്. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ആ രേണുസുതി പറഞ്ഞാൽ ചേച്ചി ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലൂടെയാണ് ഇപ്പോൾ ഒരു ഇതായി. പക്ഷേ സൈബർ അറ്റാക്ക് ചില കമൻസ് ഒക്കെ വരുമ്പോൾ പേഴ്സണലി ഭയങ്കര വിഷമം തോന്നാറുണ്ട്. കാരണം അത് നേരിട്ടൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. കാരണം നമുക്ക് എന്തായാലും നമ്മുടെ വർക്ക് മുന്നോട്ട് പോകണം. നമുക്ക് ആരും വേറെ ആരും ഒന്നും നമുക്ക് ഒരു കുറച്ച് ക്യാഷ് കൊടുന്നേരി അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ നോക്കാനൊന്നും നമ്മൾ തന്നെ അധ്വാനിച്ച് ജീവിക്കാൻ വേണം. അവർ വളരെ മാന്യമായിട്ട് അവർ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അവർ ഇതാക്കുന്നുണ്ട്. പിന്നെ എനിക്കറിയില്ല ഈ ആൾക്കാരുടെ മെൻറ്റാലിറ്റി എന്താണെന്നുള്ളത്. ഇപ്പോൾ കുറച്ചും കൂടെ ഒക്കെ അവർക്ക് നല്ലൊരു പോസിറ്റീവ് കമൻറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ അവതാരികൻ്റെ അതും സത്യം പറഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ എങ്കിൽ പിന്നെ ആ ഇൻ്റർവ്യൂ ഇറങ്ങിയതിന് ശേഷം ചേച്ചി കുറച്ചും കൂടെ സപ്പോർട്ടിങ് വന്നിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ എനിക്കാണെങ്കിലും സൈബർ അറ്റാക്ക് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലി ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ഞാൻ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം എന്ത് നല്ല ചെയ്താലും സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും അറ്റാക്കും കാര്യങ്ങളായിരുന്നു. ഞാൻ ആഷിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മടുത്ത് ഞാൻ നിർത്താൻ പോകുന്നതാണ്. അപ്പോൾ ആഷി പറയും നീ നിൻ്റെ ഹാപ്പിനെസ് വേണ്ടി ചെയ്യുന്നതല്ലേ, അവർ എന്തെങ്കിലും പറഞ്ഞിട്ട് നിൻ്റെ ഹാപ്പിനെസ് കുറയ്ക്കുന്നത് വിട്ട് വേണം, നീ നിൻ്റെ ഇതായി. പിന്നെ നമുക്കെല്ലാം ഒരു എയിമുണ്ട്. ഇപ്പോൾ എന്നെ എത്ര ആൾക്കാർ കുറ്റം പറഞ്ഞാലും അല്ലെങ്കിൽ ബാഡ് കമൻറ്റ് പറയാം, എൻ്റെ ഒരു ഫോക്കസ് ഓഫ് എയിം ഉണ്ട്. ആ എയിം തേടിയിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ പേഴ്സണലി ഞങ്ങൾ രണ്ടുപേരും കമൻറ്റ്സ് നോക്കാറില്ല. രേണു ചേച്ചിയുടെ കമൻറ്റ്സ് ആകുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് അതിലൂടെ കാണുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ച് പോസിറ്റീവായി വരുന്നതുകൊണ്ട് സന്തോഷം. ഇപ്പോൾ അവിടെ റീസെൻ്റ് ആയിട്ട് മാരേജ് കഴിഞ്ഞല്ലോ. സോ അവർ സുധിച്ചേട്ടൻ്റെ പേര് വെച്ചിട്ടാണ് കുറച്ച് ഫെയിം ആയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് ആൽബംസിലൊക്കെ അഭിനയിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതിനോട് എങ്ങനെയാ? ഇല്ല, രേണു ചേച്ചി അഫ്കോഴ്സ് സുധിച്ചേട്ടൻ്റെ വൈഫ് ആയതുകൊണ്ട് ഒരു പോപ്പുലാരിറ്റി എന്തായാലും ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ചേച്ചിക്ക് കുറച്ചും കൂടെ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ ആൾക്കാർ ചേച്ചിനെ പോയിട്ട് എന്താ ആൽബം ആണെങ്കിലും അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് പരിപാടിക്കും വിളിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മാർക്കറ്റ് വാല്യൂ ഉള്ള സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ഒക്കെ നന്നായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഈവൻ ഞങ്ങൾക്കാണെങ്കിലും ഒരു മാർക്കറ്റ് വാല്യൂ ആ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും വിളിക്കില്ല. ഈ നമ്മൾ ആ ഒരു വാല്യൂ അവിടെ തീർന്നു പോയി. ഇപ്പോൾ അത്യാവശ്യം റീച്ചുള്ള ഒരാളാണ് ചേച്ചി. അപ്പോൾ ചേച്ചി ആ സമയത്ത് കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം. കാരണം അവരെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ. അതിന് വേറെ തെറ്റായിട്ടുള്ള രീതിയിലൊന്നും ചെയ്യുന്നില്ലല്ലോ, നല്ല രീതിയിൽ തന്നെയല്ലേ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഒരാള് ഇതുപോലെ നിങ്ങളെ പറയുന്നുണ്ടായിരുന്നു, ഒരു സീൻ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായി. അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്?
അത് നമ്മളെ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളെന്നെ പറയുന്നതുകൊണ്ടാണ് അത് അത്രയും വലിയൊരു ചർച്ചാ വിഷയമാവുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അയാൾ പറഞ്ഞ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഓരോ സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ കമ്മൗട്ട് ചെയ്ത് എൻ്റെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് ഞാൻ വന്നത്. കാരണം എനിക്ക് എൻ്റെ ഉപ്പാനെ പേടിയായിരുന്നു. കാരണം പേടി മീൻസ് ഒരു ബഹുമാനമുള്ള റെസ്പെക്റ്റും പേടി. പിന്നെ കുടുംബക്കാരെ ഭാഗത്ത് ചെന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ നാട്ടുകാർ എല്ലാവരും ഭയന്നിട്ടാണ് ഞാൻ കുറച്ച് മിണ്ടാടുന്നത്. അത് എൻ്റെ ഒരു എന്താ പറയുക ഒരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷൻ മറികടന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ ട്രാൻസാന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റീൻ്റെ മുമ്പിൽ ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും അത് ഒരേ സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ സമയത്ത് കല്യാണം കഴിച്ചിട്ടുണ്ടാവായിരിക്കാം, കുട്ടികളുണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് അവർക്ക് തുറന്ന് പറയാനുള്ള ഒരു കാരണം ജീവിതം മുന്നോട്ട് ഇനിയുണ്ട്. ഈ ജീവിതത്തിൽ കുടുങ്ങി കിടക്കേണ്ട ആളല്ല നമ്മൾ. മനസ്സുകൊണ്ട് നമ്മൾ സ്ത്രീയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊന്ന് പുറത്തേക്ക് വരണം. അങ്ങനെ പറഞ്ഞിട്ട് കമ്മൗട്ട് ചെയ്ത് വരുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ എനിക്ക് ആ ചേച്ചി പറഞ്ഞ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നില്ല. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള സാഹചര്യവും കാര്യങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. ഇപ്പോഴും സൊസൈറ്റിനെ പേടിച്ചിട്ട് ഒരുപാട് പേരുകൾ ആ ഒരു കംഫർട്ട് സോണിൽ പുറത്തു വരാതിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. സോ അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞത് നമ്മളൊരു ഇപ്പം എൻ്റെ ലൈഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് എന്താ ഒരു കബളിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം എനിക്കിപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ എന്താണെന്നുള്ളത് എനിക്കറിയാം. നമ്മൾ പിന്നെ കുറേ ആൾക്കാരെ പേടിച്ച് നമ്മൾ മിണ്ടാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ലൈഫാണ് അവിടെ പോകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ട് വീട്ടുകാരൊരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓഫ്കോഴ്സ് നാട്ടുകാരും സൊസൈറ്റിയും കാര്യങ്ങളൊക്കെ റെഡി ആവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ആരും പേടിച്ചിരിക്കണം. ഇപ്പോൾ കുറേ കാലം ഈ ഒരു കാര്യത്തിൽ ഫാമിലി സപ്പോർട്ട് വളരെ കുറവായിട്ടല്ലേ കിട്ടുക? ഫാമിലി സപ്പോർട്ട് കുറവായതുകൊണ്ടാണ് പലവരും ഈ നാട് വിട്ട് അന്യ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പല വർക്കും ഭിക്ഷാടനം, സെക്സ് വർക്കൊക്കെ ചെയ്യുന്നത്. വീട്ടുകാർ അംഗീകരിച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വേറൊരു ഷെൽട്ടർ തേടി പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ വീട്ടിൽ നിന്നൊരു അംഗീകാരം അവർക്ക് കിട്ടണം. ഇതൊരു അസുഖമല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഇത് കുറേ എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കുമ്പോൾ നീ ആൺകുട്ടികളുടെ കൂടെ പോയി കളിച്ചാൽ മതി, പോയി ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, അല്ലെങ്കിൽ ജിമ്മിൽ പോകുക, അപ്പോൾ നീ ആൺകുട്ടികളെ പോലെ ആവും. ഇത് അങ്ങനെ ഒരു അവസ്ഥയല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് സംഭവം നമ്മുടെ ഒരു ജനറ്റിക് പ്രോബ്ലംസ് ആണ്. നമുക്ക് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ആൺകുട്ടിയായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ജാസിയുടെ ജേർണിൽ ആരായിരുന്നു ജാസിയുടെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? എൻ്റെ ജേർണി ഓഫ്കോഴ്സ് ആഷി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സ്. പിന്നെ ഞാൻ ഓൾറെഡി വീട്ടിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് കുറേ ഡോക്ടറെ പോയി കാണാം, നമുക്ക് അങ്ങനെ ചെയ്യാം, സൈക്കോളജിസ്റ്റിനെ കാണിക്കാം, അങ്ങനെയൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പോയിട്ട് ഞാൻ ഉമ്മാക്ക് പോയി പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് പിന്നെ ഉമ്മയൊന്നും ഓക്കെ ആയത്. കാരണം നമ്മൾ ടിപ്പിക്കൽ മലപ്പുറക്കാരാണ്. ഉമ്മ എന്നൊക്കെ പറയുന്നത് ഒന്നും കൂടെ ഓൾഡായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ്. ആ ഭാഗത്തുനിന്ന് ഒന്ന് കമ്മൗട്ട് ചെയ്ത് വരണമെങ്കിൽ കുറച്ച് പാടന്നെയാണ്. കാരണം പിന്നെ ഒന്നാമത് മുസ്ലിം ഫാമിലി, നമ്മളെ ഇത്താത്തമാരെ കല്യാണം കഴിച്ചാൽ അവരെ ഹസ്ബൻഡ്സുമാരെ കാര്യങ്ങളും വീട്ടുകാരും അവരൊക്കെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ ഇപ്പോൾ പറഞ്ഞത്. അല്ലെങ്കിൽ അന്നേ ഒന്ന് കമ്മൗട്ട് ചെയ്ത് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നത്തെ ആ കാലഘട്ടത്തിലും മീൻസ് അത് മലപ്പുറത്തുനിന്ന് നിങ്ങൾ കമ്മൗട്ട് ചെയ്ത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. തീർച്ചയായും. അപ്പോൾ അത് ഫാമിലി ഭയങ്കര മീൻസ് സൊസൈറ്റി ഭയങ്കരമായിട്ട് പുൾ ഡൗൺ ചെയ്തിട്ടില്ലായിരുന്നു? ഇപ്പോഴും ഉണ്ട്. സൊസൈറ്റിയിൽ നിന്ന് ഇപ്പോഴും കുറേ പ്രശ്നങ്ങൾ. കാരണം എൻ്റെ വീട്ടിൽ പോയി ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണ് പൊട്ടിട്ടിട്ട് നടക്കുകയാണ്, അങ്ങനത്തെ ഇപ്പോഴും ഉണ്ട് ആ സംഭവമൊക്കെ. പക്ഷേ എന്തോ എനിക്ക് തോന്നി എൻ്റെ ലൈഫിൽ ഇനി അഭിനയിക്കേണ്ട. കാരണം എനിക്കൊരു ലൈഫേ ഉള്ളൂ. ആ ഒരു ലൈഫ് എനിക്ക് ഞാനായി ജീവിക്കണം എന്ന് തോന്നിയിട്ടാണ് പിന്നെ ഞാൻ കമ്മൗട്ട് ചെയ്ത് വരുന്നത്. സോ നിങ്ങളുടെ റിലേഷനിൽ ആശയുടെ വീട്ടിൽ അറിഞ്ഞപ്പോൾ റിയാക്ഷൻ എന്തായിരുന്നു? ആഷിയുടെ വീട്ടിൽ ഞാൻ കോണ്ടാക്ട് ഇല്ല കേട്ടോ. ആഷി എപ്പോഴും ഉമ്മാനെ വിളിക്കും, സംസാരിക്കുന്നല്ലാണ്ട് ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ആഷിയുടെ വീട്ടിൽ. ഇല്ല. എൻ്റെ വീട്ടിൽ ഞങ്ങൾ രണ്ടാളും പോവാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആഷിയുടെ വീട്ടിൽ ഇപ്പോഴും സെയിം തന്നെയാണ്. ഫാമിലി വിളിക്കാറും കോണ്ടാക്ട് കാര്യങ്ങളൊന്നും അവനുണ്ട്, ഞാൻ വീട്ടിൽ പോയിട്ടൊന്നുമില്ല. ഇല്ല. ഓക്കെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി ചെയ്യുന്ന പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ഒരു ആൽബം ഇറങ്ങി, ഇനിയിപ്പോൾ അതിൻ്റെ സെക്കൻഡ് ആൽബം പാർട്ട് ഉണ്ട്. പിന്നെ ഒരു തമിഴ് മൂവിയുടെ ഇങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് ഒരു മൂവിയുടെ എൻക്വയറി വന്നിട്ടായിരുന്നു, പക്ഷെ എന്നെ ഒന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ കുറച്ച് കുഞ്ഞു ഷോർട്ട് മൂവി ആൽബംസ് ഒക്കെ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? ആരാണ് റൊമാൻറ്റിക്? ആഷിയായിരുന്നു പണ്ട് റൊമാൻറ്റിക്. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ റൊമാൻറ്റിക് ആണ്. ഇപ്പം ആഷി പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയല്ലോ. അപ്പം ഞാൻ മീൻസ് ആഷിയാണോ പൊസസീവ് അതോ ജാസിയാണോ പൊസസീവ്?
അങ്ങനെ രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് ഏകദേശം. ഓക്കെ, ഇപ്പൊ ഒരു ഗേളൊക്കെ ഒന്ന് സെൽഫി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. അതിപ്പോ എനിക്കാണെങ്കിലും ആശിക്കാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആർക്കാ? ദേഷ്യം പെട്ടെന്ന് വരുന്നത് എനിക്കായിരിക്കും, പക്ഷെ ഞാൻ പെട്ടെന്ന് കൂളാവും ചെയ്യും. ആശി കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഭയങ്കര ക്ഷമയാണ്. ക്ഷമ കഴിഞ്ഞിട്ടാണ് പിന്നെ ആശി റേസ് ആവത്തുള്ളൂ. അതുവരെ ആശി ഓക്കെയാണ്. ഒരു ഫൈറ്റ് കഴിഞ്ഞാൽ ആരാണ് ഫസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനാ? ആശി. ഞാൻ ആ ഭാഗത്തേക്ക് പോകില്ല. കുറച്ച് ചില സമയത്ത് ഞാനും പോയിട്ട് സംസാരിക്കാറുണ്ട് കേട്ടോ. നോർമലി ആശിയാണ് എപ്പോഴും വന്നിട്ട് പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാലും സോൾവ് ആക്കുന്നത് ആശയായിരിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കരുത്, മീൻസ് എല്ലാവർക്കും അറിയണം എന്നുള്ളൊരു ഇതുകൊണ്ടും ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് ചോദിക്കാണ്, ആശി ബൈസെക്ഷൽ ആണോ? ഇത് പൊതുവെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഉള്ളൊരു ഇതാണ്. അവസാനം ഇന്റർവ്യൂ എല്ലാം ചെയ്യും, അവസാനം ഞങ്ങളെ കിടപ്പറയിലേക്ക് ആയിരിക്കും നിങ്ങളെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ. അത് ചോദിക്കുന്ന ആവശ്യം. ഇപ്പൊ ആശി ബൈസെക്ഷൽ ആണെങ്കിൽ ആശി എന്തായാലും ഞാൻ അറിഞ്ഞാൽ പോരെ, വേറെ അതൊന്നും റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ഇപ്പൊ ഞാൻ ചോദിക്കണം മോള് ലെസ്ബിയൻ ആണോന്ന് ചോദിച്ചാൽ മോൾക്ക് എന്താ ഇതിന് ഉത്തരം പറയാനുള്ളത്? അതേപോലെ തന്നെയാണ് ഇപ്പൊ ആശി ലൈക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള മെന്നാണ്. അത് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ എന്റെ കൂടെ ആശി ജീവിക്കുന്നത് ആശി ലൈക്ക് ബൈസെക്ഷൽ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് പലർക്കും വരിക. അത് ഒരു എനിക്ക് താല്പര്യം, ഞാൻ ആ ഒരു അർത്ഥത്തിൽ ചോദിച്ചതല്ല. നമ്മൾ എല്ലാ ഇന്റർവ്യൂവിലും ഇപ്പൊ അടുത്തുകൂടെ ഇത് നിങ്ങളെ ഇതിന് റീച്ച് ആവാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ക്വസ്റ്റ്യൻസും നമ്മൾ വന്നിരുന്ന് മറുപടി പറയുന്നുള്ളൊരു നിങ്ങളൊരു തോന്നലില്ല. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂവിന് ഇരിക്കാം. ഞാൻ പറയട്ടെ, നമുക്ക് വൾഗറായി ചോദിക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഇത്രയും നല്ല രീതിയിലാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ നല്ല രീതിക്കാണല്ലോ പറഞ്ഞത്. ഇത്ര നേരം ഈ ലാസ്റ്റ് പോകാൻ നേരത്തെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ തമ്മിൽ പിണങ്ങേണ്ട ഒരു വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? കാരണം ഇത്ര നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് വളരെ നല്ല രീതിയിൽ ഇന്റർവ്യൂ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഈ ആശി ബൈസെക്ഷൽ ആണോ, എന്തിനാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്? അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനോട് ഒരു താല്പര്യം എനിക്ക് സീരിയസ്ലി ഇല്ല. ഞാൻ നല്ല രീതിയിലാണ് ഉദ്ദേശിച്ചത്, പക്ഷെ നിങ്ങൾക്ക് ഫീലിംഗ് ഐ എം സോറി. പക്ഷെ ഒരിക്കലും ഞാൻ പറയട്ടെ, നോർമലി എനിക്ക് ഇങ്ങനത്തെ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഇഷ്ടമല്ല. ഇത് കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ഞാൻ ഓൾറെഡി പ്രതികരിച്ചതാണ്. ഇങ്ങനെ ജാസി എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞതാണോ, ജാസി എന്തിനാ ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരു കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ഞാൻ പറഞ്ഞില്ല, അത് അത്ര പേഴ്സണലായി ചോദിച്ചല്ല, ജസ്റ്റ് എല്ലാവർക്കും അറിയേണ്ട ഒരു റാൻഡം ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ അത് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ആഷി ലൈക്ക് സ്ട്രൈറ്റ് ആണ്. ആഷി എൻ്റെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് ആഷി ലൈക്ക് ബൈസെക്ഷൽ ആണെന്ന് ചില ആൾക്കാർക്ക് തോന്നിയേക്കാം, പക്ഷെ ഒരിക്കലുമല്ല. കാരണം ഇപ്പൊ എൻ്റെ കൂടെ ആഷി ജീവിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ആഷിക്ക് എന്താണ് ഇഷ്ടം, അല്ലെങ്കിൽ ആഷി എന്താണ് ആഷിയുടെ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ആഷിയുടെ ഒരു മൈൻഡ് എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് വായിക്കാൻ അറിയാം. ആഷി ലൈക്ക് എന്നെ കാണുന്നത് പൂർണ്ണ ഒരു എന്താ പറയുക, ആഷിയുടെ ഒരു വൈഫ് എന്ന രീതിയിൽ തന്നെയാണ്. ആഷി ഒരിക്കലും ഒരു ബൈസെക്ഷൽ സെക്സ് അല്ല എന്നോട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറുള്ള ഒരു ഗേ ടൈപ്പ് ഓഫ് സെക്സ് അല്ല എന്നോട് ചെയ്യുന്നത്. ആഷി ലൈക്ക് ഒരു ഗേൾസിനെ എങ്ങനെയാണോ ഒരാളെ സെക്സ് ചെയ്യുന്നത് ആ ടൈപ്പ് ഓഫ് സെയിം സെക്സ് തന്നെയാണ് എന്നോട്ട് ചെയ്യുന്നത്. അത് എനിക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു പാർട്ണർ ലെസ്ബിയൻ ആണോ, അല്ലെങ്കിൽ ഗേ ആണോ, അല്ലെങ്കിൽ ബൈസെക്ഷൽ ആണോ, അല്ലെങ്കിൽ വാട്ട് എവർ എന്തെങ്കിലും അതർ ക്യാരക്ടർ ആണെങ്കിലും എനിക്കാണല്ലോ പറയാൻ പറ്റുക. അതിൽ വെച്ച് പറയാന്നുണ്ടെങ്കിൽ ആഷി ലൈക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു മെന്നാണ്. ആഷിക്ക് ലേഡീസിനോട് സെക്സ് ചെയ്യാനാണ് താല്പര്യം. കഴിഞ്ഞല്ലോ, ഇനി ഈ ക്വസ്റ്റ്യൻസ് ഇല്ലല്ലോ, എല്ലാവർക്കും ഉള്ളൊരു മറുപടിയാണ് ഞാനിപ്പോൾ തന്നത് കേട്ടോ. ഇനി അടുത്ത ഇന്റർവ്യൂവിലും ഈ സെയിം ക്വസ്റ്റ്യൻസ് ആരും ചോദിക്കുന്നത്. ഇല്ല, ഞാനത് മോൾക്കൊരു പറയാം. പൊതുവേ ഇന്റർവ്യൂസിന് ഇപ്പോൾ ഞങ്ങളെ പോലത്തെ കമ്മ്യൂണിറ്റിയിൽ പെട്ട കുറേ ആൾക്കാരെ ഇരുത്തിയിട്ട് നിങ്ങളെല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞതാണോ, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് കല്യാണം കഴിച്ചതാണോ, നിങ്ങൾക്ക് മുമ്പ് കുട്ടികളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ ഗേ ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ ബൈസെക്ഷൽ ആണോ, അത് കുറേ ഇന്റർവ്യൂസിന് നമ്മളെ വിളിച്ചിട്ട് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് മൊത്തത്തിലൊരു ആൻസറാണ് സത്യം പറഞ്ഞാൽ ഈ ഇന്റർവ്യൂവിലൂടെ ഞാൻ പാസ് ചെയ്തത്. എന്തിനും ഒരു ദേഷ്യമില്ല. ഒരു മാസ്റ്റർ പീസ് സോങ് പൊന്നുസഖി പൊന്നു സഖി എന്തിനാ പിണക്കം എന്നോടെന്തിനാ, അല്ല പൊന്നെ കൽബുവേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ, മിണ്ടൂല ഞാൻ മിണ്ടൂല ഞാൻ മിണ്ടൂല ഞാൻ മാറനെ, മിണ്ടൂല ഞാൻ മിണ്ടൂല ഞാൻ മിണ്ടൂല ഞാൻ മാറനെ, പൊന്നു സഖി എന്തിനാ പിണക്കം എന്നോടെന്തിനാ, അല്ല പൊന്നെ കൽബുവേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ. അടിപൊളി. ഇനി ആശിയുടെ സോങ് പാടിക്കോ. രണ്ടുപേരുടെ ഒരു സോങ്, ഒരു കോംബോ ആയിട്ട് പാട്ട് എത്ര നാള് പാടാം. എത്ര നാള് ഒന്ന് കാണുവാൻ, എത്ര നാള് ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ, എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാള് ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ, എന്റെ മണവാട്ടി പെണ്ണാണു നീ,
എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ പൊന്നാമ്പൽ പൂവാണു നീ, എന്റെ വേഴാമ്പൽ കിളിയാണു നീ. എത്ര നാള് കാത്തിരുന്നു ഒന്ന് പാടുവാൻ, എത്ര നാള് ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ. താങ്ക് യു സോ മച്ച്. സോ ഇത്രയും നിങ്ങൾ നല്ലൊരു ഡേയിലെ ടൈം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്തതിൽ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ സ്റ്റുഡിയോയിൽ വരാനും. ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റുഡിയോ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായി. വരാൻ സാധിച്ചതിലും കാണാൻ പറ്റിയതിലും ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ഒരുപാട് സന്തോഷം. അതൊരു ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്, അത് നല്ല മെമ്മറബിൾ ആക്കി തന്നത്. താങ്ക് യു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കര ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് തകർക്കട്ടെ, ഫുൾ എയറിലാവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.